അശ്വിനോടൊപ്പം വന്നവരിൽ ഉമ്മച്ചൻ്റെ ശ്രദ്ധ പതിഞ്ഞത് 2 പേരിലായിരുന്നു. അവരിൽ ഒരാളുടെ നടപ്പിന് എന്തോ ഒരു പന്തികേടില്ലേ? പ്രിയപ്പെട്ടവരെ, കൊലയാളിയുടെ 82ാം ഭാഗത്തിലേക്ക് സ്വാഗതം. അമ്പലവയലിലെ റിസോർട്ട് പദ്ധതിയുടെ ഭാഗമായി എത്തിയവരിൽ ഒരാളുടെ മേൽ ഉമ്മച്ചൻ്റെ സവിശേഷ ശ്രദ്ധ പതിഞ്ഞു. ഉമ്മച്ചൻ ശ്രദ്ധിച്ചെങ്കിലും അവഗണിക്കുകയാണ് ചെയ്തത്. അതാരായിരിക്കും? കഥ തുടരുന്നു. ഉമ്മച്ചൻ അല്പസമയം മയങ്ങി എഴുന്നേറ്റപ്പോഴേക്കും അവർ അമ്പലവയലിലെത്തി. സോണി പുതിയതായി പണി കഴിപ്പിച്ച വീട്ടിലേക്ക് വാഹനം കയറി നിന്ന് കഴിഞ്ഞിട്ടാണ് ഉമ്മച്ചൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത്. ഉച്ചയൂണിൻ്റെ സമയം കഴിഞ്ഞു. ആ സമയത്ത് സാധാരണ ഒന്ന് മയങ്ങാറുള്ളതാണ്. ഇന്ന് വാഹനത്തിലിരുന്ന് മയങ്ങി എന്ന് മാത്രം. പക്ഷേ ഉച്ചയൂണ് ഇതുവരെ കഴിച്ചിട്ടില്ല. അന്നു മാത്രം എന്തോ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഇവിടെ വന്നിട്ടാകാമെന്ന് നിർബന്ധം പിടിച്ചു. അതിനുശേഷമാണ് മയങ്ങിയത്. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പന് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വരാം, ഇല്ലെങ്കിൽ വിശക്കുമ്പോൾ കഴിക്കാം. എന്തു പറയുന്നു? നിന്നോളമില്ലെങ്കിലും വിശപ്പ് എനിക്കും ഉണ്ട്. നീ തനിയെ പോകണ്ട, ഞാനും ഭക്ഷണം കഴിക്കാൻ വരുന്നു. അങ്ങനെ അവർ 2 പേരും പോയി ഭക്ഷണം കഴിച്ച് വിശ്രമവും കഴിഞ്ഞപ്പോഴേക്കുമാണ് അശ്വിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം അങ്ങോട്ട് വന്നത്. 2 ഇന്നോവകളിലായിട്ടാണ് അവർ 10 പേർ വന്നത്. അതിൽ ഒരാൾ, അതായത് അശ്വിൻ മാത്രമേ അവർക്ക് പരിചയമുള്ളതായി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അശ്വിൻ്റെ പരിചയക്കാരാണ് എന്ന് മാത്രം. അശ്വിൻ തൻ്റെ സഹോദരൻ്റെ പുത്രനാണല്ലോ, അവൻ്റെ കൂട്ടുകാർ തനിക്കും വേണ്ടപ്പെട്ടവർ തന്നെയാണല്ലോ എന്നാണ് ഉമ്മച്ചൻ കണക്കാക്കിയത്. അയാൾ അവരെ സ്വീകരിച്ചു. അവരോട് കുശലാന്വേഷണങ്ങൾ നടത്തി. എല്ലാവരും മലയാളികൾ തന്നെയാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്നത് കോയമ്പത്തൂരാണെന്ന് മാത്രം. അവിടെയാണ് പോലും അവരുടെ കമ്പനി. നഗരത്തിൽ നിന്നും മാറി വിനോദസഞ്ചാര സാധ്യതയുള്ള ഒരു സ്ഥലത്ത് റിസോർട്ട് തന്നെയാണ് അവിടെയും അവരുടെ പ്രധാന കച്ചവടം. ധാരാളം ആളുകൾ സ്ഥലങ്ങൾ കാണാനും താമസത്തിനുമായി അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ വരുന്ന ആളുകൾക്കെല്ലാം പ്രിയപ്പെട്ട മറ്റൊരു സ്ഥലമാണ് വയനാട്. അതിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട പ്രദേശമാണ് അമ്പലവയൽ. അതുകൊണ്ടുകൂടിയാണ് അവർ റിസോർട്ട് ബിസിനസ് ഇങ്ങോട്ട് വ്യാപിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ആ പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അശ്വിൻ ഇങ്ങനെ ഒരു സാധ്യത പറഞ്ഞത്. അപ്പോൾ തന്നെ ഈ സ്ഥലം വന്ന് കാണുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. ഇവിടെ അവരുടെയും ഉമ്മച്ചൻ്റെയും കൂടി സഹകരണത്തിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു റിസോർട്ട് പണിയുന്നതിനെക്കുറിച്ചും ചിന്തിച്ചത് അപ്പോഴാണ്. ഒരു റിസോർട്ടും ഏറുമാടവും അങ്ങനെ എന്തൊക്കെയോ കുറേയേറെ പദ്ധതികൾ അവരുടെ പ്ലാനിൽ ഉണ്ടായിരുന്നു. അവരതെല്ലാം വിശദമായി പറയുന്നുണ്ടായിരുന്നു. അവരുടെ പദ്ധതികൾ കൂടുതലൊന്നും കേൾക്കാൻ ഉമ്മച്ചൻ നിന്നില്ല. കാരണം കേട്ടാലും അയാൾക്കത് മനസ്സിലാകും എന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് പറയാനുള്ള കൂടുതൽ കാര്യങ്ങൾ അശ്വിനുമായും സോണിയുമായും സംസാരിച്ചാൽ മതി. അവർക്കാകുമ്പോൾ നിങ്ങളുടെ പദ്ധതികൾ കൃത്യമായി മനസ്സിലാകും. ഞാൻ കേട്ടതുകൊണ്ടും വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് അത്രയും പിടികിട്ടുന്നില്ല. അവർ പറയുന്നതനുസരിച്ച് ഞാൻ വേണ്ടത് ചെയ്തു കൊള്ളാം. അതായിരിക്കും നല്ലത്. അവരുടെ പ്രോജക്റ്റിൻ്റെ ഏകദേശ രൂപം ഉമ്മച്ചന് പിടികിട്ടി. പ്രധാനമായും വിനോദസഞ്ചാരത്തിനെയാണ്
അവരുടെ പദ്ധതി ആശ്രയിക്കുന്നത്. ഫാം ടൂറിസം കൂടി പരിഗണിക്കണമെന്ന് മാത്രം അശ്വിനോട് ഉമ്മച്ചൻ പറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരും കൂടി പുരയിടവും അതിനടുത്ത പ്രദേശങ്ങളും വിശദമായി കാണാൻ വേണ്ടി പോയി. ഉമ്മച്ചൻ വാങ്ങിയ സ്ഥലത്തിൻ്റെ അവിടെ നിന്നും കുറെ കൂടി മുന്നോട്ട് നീങ്ങിയാൽ ഒരു പുഴയുണ്ട്. പുഴയുടെ അതിരുവരെ ഉമ്മച്ചൻ്റെ സ്ഥലം എത്തുകയില്ല. അതിനിടയിൽ 2-3 ഏക്കർ വരുന്ന ഒരു പ്ലോട്ട് കൂടി കിടക്കുന്നുണ്ട്. അതുകൂടി വാങ്ങിയാൽ ഉമ്മച്ചൻ്റെ സ്ഥലത്ത് നിന്നും പുഴയിൽ വരെ തടസ്സങ്ങളൊന്നുമില്ലാതെ എത്താൻ കഴിയും. പുഴയിലെ ആ കടവിൻ്റെ ഭാഗം ഒന്ന് മോഡിഫൈ ചെയ്താൽ അവിടേക്കും കുറേ പേരെ നമുക്ക് ആകർഷിക്കാൻ കഴിയും. അതിന് തടസ്സമായി നിൽക്കുന്നത് 3 ഏക്കർ സ്ഥലമാണ്. അതുകൂടി വാങ്ങുന്ന കാര്യം അവർ അപ്പോൾ തന്നെ ആലോചിച്ചു. ആ പ്ലോട്ടിൻ്റെ ഉടമയാണെങ്കിൽ കടം കയറി വട്ടം ചുറ്റി നിൽക്കുന്ന സമയമായിരുന്നു അത്. പലരോടും അത് വിൽക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എളുപ്പമായി. അമ്പലവയലിലെ സ്ഥലം ഉമ്മച്ചന് ഇടപാടാക്കി കൊടുത്ത ബ്രോക്കർ കുമാരനെ കൊണ്ട് തന്നെ ആ സ്ഥലവും കൂടി അന്ന് തന്നെ കച്ചവടം ചെയ്തു. ആധാരവും മറ്റും പിന്നീട് നടത്താനും തീരുമാനമായി. സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെൻ്റ് എഴുതിയതിന് ശേഷമാണ് അന്ന് വൈകുന്നേരത്തെ ചർച്ചകൾ തുടങ്ങിയത് തന്നെ. എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും അത് ഏതെല്ലാം തരത്തിൽ വേണമെന്നും വിശദമായി തന്നെ അവർ ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. അതിനുശേഷം വൈകുന്നേരം എല്ലാവരും കൂടിയപ്പോൾ മുൻപിൽ തന്നെ ഒരു പ്രൊജക്ടർ വെച്ച് അതിൽ നിന്നും ഒരു സ്ക്രീനിലേക്ക് അവരുടെ പദ്ധതിയുടെ വിശദാംശങ്ങൾ പകർത്തി ഉമ്മച്ചനെ കാണിക്കുകയുണ്ടായി. ഉമ്മച്ചന് അപ്പോൾ തോന്നിയത് അയാളുടെ ചെറുപ്പത്തിൽ സ്കൂളിൽ കൊണ്ടുവന്ന് സിനിമ പ്രദർശിപ്പിക്കുന്ന കാര്യമാണ്. ഇതുപോലെ തന്നെ വലിച്ചു കെട്ടിയ ഒരു വെള്ളത്തുണിയിലേക്കാണ് അന്ന് സിനിമ പ്രദർശിപ്പിച്ചു കൊണ്ടിരുന്നത്. ആ സ്ക്രീനിൽ കാണുന്ന ആളുകളിൽ ആരെങ്കിലും അതിൻ്റെ പിന്നിലുണ്ടോ എന്ന് നോക്കാൻ അവിടെ പോയത് അയാൾ ഓർത്തു. ഉമ്മച്ചന് അപ്പോൾ ചിരിയാണ് വന്നത്. കുറേ കെട്ടിടങ്ങളും അതിനെ ബന്ധിപ്പിക്കുന്ന റോഡുകളും ഏറുമാടങ്ങളും എല്ലാം കൂടി അടിപൊളി പദ്ധതി. എല്ലാം ഒറിജിനലാണെന്നേ തോന്നുകയുള്ളൂ. അതിലേക്ക് ആളുകൾ വരുന്നതും പോകുന്നതും എല്ലാമായി ഒരു സിനിമ കാണുന്ന സന്തോഷത്തിലാണ് ഉമ്മച്ചൻ ആ സ്ക്രീനിന് മുന്നിലിരിക്കുന്നത്. പ്രോജക്റ്റിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ചെലവ് വരുന്ന തുകയെപ്പറ്റി ഞങ്ങൾ അശ്വിനോട് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അശ്വിൻ സോണിയുമായും സംസാരിച്ചു കഴിഞ്ഞു. ഉമ്മച്ചൻ സാറിന് ആ വിവരങ്ങൾ അവർ തന്നെ പറഞ്ഞു തന്നുകൊള്ളും. പ്രോജക്റ്റ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ എഗ്രിമെൻ്റ് ഉണ്ടാക്കാം. ഏറ്റവും അടുത്ത ദിവസം തന്നെ പണിയും തുടങ്ങാം. ഉമ്മച്ചന് പ്രധാനം സോണിയുടെ അഭിപ്രായമായിരുന്നല്ലോ. അതുകൊണ്ട് അയാൾ സോണിയുടെ നേരെ നോക്കി. അവൻ സമ്മതഭാവം കാണിക്കുകയും ചെയ്തു. അതോടെ സോണി എഗ്രിമെൻ്റ് ഒപ്പിടാൻ ഉമ്മച്ചൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് കൊടുത്തു. ഉമ്മച്ചൻ അതിൽ ഒപ്പുവെച്ച് തിരികെയും കൊടുത്തു. അതിനുശേഷമായിരുന്നു അവർ എല്ലാവരും കൂടിയുള്ള ആഘോഷം. വന്ന 10 പേരിൽ അശ്വിനെ കഴിച്ച് ബാക്കി 9 പേരുണ്ടായിരുന്നല്ലോ. അവരിൽ 2 പേർ മാത്രം ഇവരുടെ മദ്യം കഴിച്ചുള്ള ആഘോഷത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നു. അവർ ഇന്നോളം മദ്യപിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് മദ്യപിക്കുന്നതിനോട് താല്പര്യമില്ലെന്നുമാണ് അവർ പറഞ്ഞത്. ആരും അവരെ നിർബന്ധിക്കാറില്ല. നിർബന്ധിച്ചിട്ട് കാര്യമില്ല എന്നാണ് ബാക്കിയുള്ളവർ പറയുന്നത്. എന്നാ നിർബന്ധിച്ചാലും അവന്മാർ തൊടില്ല.
വായിലൊഴിച്ചു കൊടുത്താലും തുപ്പിക്കളയും. അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവരുടെ മദ്യപാന സദസ്സിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. അശ്വിനോടൊപ്പം വന്ന 9 പേരും ചെറുപ്പക്കാരാണ്. 40-ൽ താഴെ പ്രായമേ മിക്കവാറും പേർക്കും ഉണ്ടാവുകയുള്ളൂ. എന്നാലും മിക്കവരുടെയും തലയിൽ മുടി നരച്ചു തുടങ്ങി. ശരീരം കണ്ടാലും പ്രായം കൂടുതൽ തോന്നും. എല്ലാവർക്കും കുറേശ്ശെ കുടവയർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രായത്തിൽ തനിക്കൊക്കെ വയറുണ്ടോ എന്ന് തപ്പി നോക്കണമായിരുന്നു. അതായിരുന്നു ഉമ്മച്ചൻ്റെ അപ്പോഴത്തെ തോന്നൽ. ഇന്നുള്ളവന്മാർക്ക് നേരത്തെ കുടവയർ വരുന്നുണ്ട്. ഇന്നുള്ളവർക്ക് ശരീരാധ്വാനം കുറവായതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ കുടവയർ ചാടുന്നത്. അവരുടെ അധ്വാനത്തിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ മുടിയും നരയ്ക്കുന്നത്. മദ്യം കഴിക്കുകയോ നോൺ വെജ് ഭക്ഷണം കഴിക്കാൻ കൂടുകയോ ചെയ്യാതെ മാറി നിന്ന 2 പേരും മറ്റുള്ളവരെക്കാൾ താരതമ്യേന പ്രായം കൂടുതലുള്ളവരാണ്. അവർക്ക് ചിലപ്പോൾ 40-ന് മുകളിൽ പ്രായമുണ്ടാകും. അവരായിരിക്കാം ചിലപ്പോൾ ഈ പ്രോജക്റ്റിലെ പ്രധാനികൾ. കണ്ടാൽ അങ്ങനെയാണ് തോന്നുന്നത്. ഒരാൾ നല്ല തടിയും ഉയരവും ഉള്ളയാളാണ്. അയാൾ വളരെ പ്രസന്നമായ മുഖഭാവത്തോടു കൂടിയാണ് അവിടെ ഉണ്ടായിരുന്നവരെ അഭിസംബോധന ചെയ്ത് പ്രോജക്റ്റിൻ്റെ കാര്യങ്ങൾ വിശദമായി സംസാരിച്ചത്. കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റേയാൾ താരതമ്യേന മെലിഞ്ഞിട്ടാണ്. ചെറിയ ആളുമാണ്. പക്ഷേ അയാളുടെ നടപ്പിൽ എന്തോ ഒരു പന്തികേട് കാണാനുണ്ട്. അത് ചിലപ്പോൾ തൻ്റെ തോന്നലായിരിക്കാം. അല്ലെങ്കിൽ അയാളുടെ നടപ്പിൻ്റെ ശൈലി അങ്ങനെ ആയിരിക്കാം. അതല്ലല്ലോ ഇവിടുത്തെ പ്രധാന വിഷയം. ഉമ്മച്ചൻ ഒന്ന് ശ്രദ്ധിച്ചെങ്കിലും അതിനെപ്പറ്റി വിശദമായി പഠിക്കാനൊന്നും അയാൾ മിനക്കെട്ടില്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തിന് വെറുതെ ഇടപെടണം? ഇത്രയും കാലം കുറേ ഇടപെട്ടില്ലേ, ഇനിയും ഇടപെടാതിരിക്കാം എന്നാണ് ഉമ്മച്ചൻ അപ്പോൾ വിചാരിച്ചത്. എന്നാ പറ്റിയാവോ ഉമ്മച്ചന് അങ്ങനെയൊക്കെ തോന്നാൻ? സ്വന്തം കാര്യം നേടാൻ ഏതവൻ്റെ കാര്യത്തിലും കയറി ഇടപെട്ടിരുന്നയാളാണ് ഉമ്മച്ചൻ. ഇപ്പോൾ മാറ്റം വരാൻ എന്നതായിരിക്കും കാരണം? ആ മാറ്റം അയാൾക്ക് ഗുണകരമാകുമോ? മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇനി ഇടപെടണ്ട എന്നായിരുന്നു ഉമ്മച്ചൻ്റെ അപ്പോഴത്തെ തീരുമാനം. ആ ഒരു തീരുമാനത്തിന് ഉമ്മച്ചന് വലിയ വില കൊടുക്കേണ്ടി വരുമോ? അശ്വിനോടൊപ്പം വന്നവർ യഥാർത്ഥത്തിൽ ആരാണ്? അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കണേ.